മെഡിക്കൽ കോളേജുകളിൽ ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ പ്രതിഷേധം ഇന്ന് 6ാം ദിവസമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി എല്ലാവിധ സൗകര്യം ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടുണ്ട്, വലിയ പ്രയാസമാണ്. ഡോക്ടർമാർ ഒരു ദിവസം പോലും പണിമുടക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ പരിഹരിക്കുന്നതിന് എന്തെങ്കിലും വിധത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ആരും സമരം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തരത്തിലൊരു ധാർഷ്ട്യം ആണ് നമ്മൾ ഈ ഒരു സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനമായിട്ട് കാണുന്നത്. 2016 മുതൽ 2020 വരെയുള്ള ഏകദേശം 57 മാസത്തെ ശമ്പള കുടിശ്ശിക, ശമ്പളത്തിൻ്റെ ഭാഗം തന്നെയായ ശമ്പള കുടിശ്ശികയാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ 4.5 വർഷം ഗവൺമെൻറ്റിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഏകദേശം 6 മാസമായി ഞങ്ങൾ നിസ്സഹകരണ സമരത്തിലായിരുന്നു. കാരണം 3-4 മാസമായി റിലേ OP ബഹിഷ്കരണത്തിലായിരുന്നു. ഇപ്പോൾ ഒരു ആഴ്ചയായി ഞങ്ങൾ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അനിശ്ചിതകാല അക്കാദമി ബഹിഷ്കരണവും തുടങ്ങിയിട്ട് സമവായത്തിൻ്റെ എല്ലാ വഴികളിലേക്കും ശ്രമിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഈ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിലുള്ള ഒരു ധാർഷ്ട്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. മന്ത്രിയാണോ നിലപാടെടുക്കുന്നത്? വകുപ്പ് മന്ത്രിയാണോ നിലപാടെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സമീപനം ഇതിലുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. കോവിഡിലും നിപ്പയുടെയും സമയത്ത് ഈ ഡോക്ടർമാർ അഹോരാത്രം പണിയെടുത്തവരാണ്, ഞങ്ങളുടെ ജീവനെ പോലും തൃണവൽക്കരിച്ച് പണിയെടുത്തവരാണ്. ഈ ത്യാഗസന്നദ്ധയെ മുതലാക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നത്. ഒരാഴ്ചയായിട്ട് ഇത് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കൃത്യമായി പരിശീലനം ലഭിച്ച PG വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇത് സർക്കാരിൻ്റെ മേന്മ കൊണ്ടല്ല. നമ്മൾ OP മാത്രമേ ബഹിഷ്കരിച്ചിട്ടുള്ളൂ. ഈ കിടത്തി ചികിത്സയോ അതേപോലെ എമർജൻസി സർവീസുകളോ ഇതൊക്കെ ഇപ്പോഴും അപമുഖുരം തുടരുന്നു. ഡയസ്നോട് ഏർപ്പാടാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആബ്സെൻ്റ് ആണ്. അയാൾ എങ്ങനെയാണ് എമർജൻസി സർവീസസ് നടത്തുന്നത്? അയാൾ എങ്ങനെയാണ് എമർജൻസി ശസ്ത്രക്രിയകൾ ചെയ്യുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇപ്പോഴും വലിയ പ്രശ്നവുമില്ലാതെ ഈ സമരം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാത്തത് പൊതുജനാരോഗ്യത്തിലേക്ക് സർക്കാർ പുലർത്തുന്ന നിസ്സംഗത ഞങ്ങൾക്ക് പുലർത്താനാവുകയില്ല, ഞങ്ങൾക്ക് മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. OPയിൽ ആളുകളെ ചികിത്സിക്കുന്നതിനുള്ളതോ ഒപ്പം മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളെല്ലാം തന്നെ മാറ്റിവെക്കുകയാണ് സർക്കാർ. പക്ഷേ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി കൂടിയാണ് ഡോക്ടർമാർക്കുള്ളത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.